വെൽക്കം ടു മെഡ് ട്യൂട്ടോറിയൽസ്. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ സീരീസാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2024 മുതൽ മുന്നോട്ട് നടന്നിട്ടുള്ള PSC ഹോമിയോ ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെഡിക്കൽ ഓഫീസർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അത് തന്നെ 2023 നടന്നിട്ടുള്ള മെഡിക്കൽ ഓഫീസർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫാരിഞ്ചിയൽ പൗച്ച് എന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ എംബ്രിയോളജി സെക്ഷൻ്റെ അകത്തു നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കവർ ചെയ്തിരിക്കുന്നത്. ഫാരിഞ്ചിയൽ ആർച്ചസ്, ഫാരിഞ്ചിയൽ പൗച്ച്, അതുപോലെ തന്നെ ഫാരിഞ്ചിയൽ ഫോൾഡ്സ് എന്നുള്ള ഏരിയ. അപ്പം നമ്മൾ ഡെവലപ്മെൻ്റൽ സ്റ്റേജിൽ നമുക്ക് ഫോർഗട്ടും അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് എൻഡും കുറച്ചൊന്ന് ഡെവലപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ നമ്മുടെ 3 ഡേം ലെയേഴ്സ് ആണ്, ജെർമിനേറ്റീവ് ലെയേഴ്സ് ആണ് നമുക്ക് വരുന്നത്. അതിൻ്റെ അകത്തുള്ള നമ്മുടെ ഫോർഗട്ടിൻ്റെ പോർഷനിൽ വരുന്ന മീസോഡെർമൽ ലൈനിങ്ങിൽ ഉണ്ടാകുന്ന റോഡ് ലൈക്ക് തിക്കനിങ്സ് ആണ് നമ്മുടെ ഫാരിഞ്ചൽ ആർച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാരിഞ്ചൽ ആർച്ചസ് നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ 6 ഫാരിഞ്ചൽ ആർച്ചസ് ആണ് ഫോം ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് 5th വൺ ഫോർമേഷനിൽ തന്നെ ഡിസപ്പിയർ ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ടോട്ടൽ ഫസ്റ്റ് ഫാരിഞ്ചൽ ആർച്ച്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ദെൻ 6th വൺ, ഇതാണ് നമുക്ക് റിമൈനിങ് ആയിട്ട് കിട്ടുന്ന ഫാരിഞ്ചൽ ആർച്ചസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫാരിഞ്ചൽ ആർച്ചസ് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തിനെ നമ്മൾ ഫാരിഞ്ചൽ പൗച്ചസ് എന്ന് പറയും. 4 പൗച്ചുകളുണ്ട്. അതുപോലെ അതിൻ്റെ പുറമേ വരുന്ന മടക്കുകളെ നമ്മൾ ഫോൾഡുകൾ എന്ന് പറയും. അതും നമുക്ക് 4 ഫോൾഡുകളുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തുനിന്നാണ് നമുക്ക് ഭാവിയിൽ പല ഓർഗൻസും ഡിറൈവ് ചെയ്ത് വരുന്നത്. അപ്പം ഇവിടെ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം സെക്കൻഡ് ഫാരിഞ്ചൽ പൗച്ചിൻ്റെ അകത്തുനിന്ന് ഡിറൈവ് ചെയ്യുന്ന ഓർഗൻ ഏതാണ് എന്നുള്ളതാണ്. അപ്പം ഏത് പാർട്ടാണ് ഇതിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ സെക്കൻഡ് ഫാരിഞ്ചൽ പൗച്ചിൻ്റെ അകത്തുനിന്ന് സുപ്രാ ടോൺസിലാർ ഫോസയാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത്. അതിൻ്റെ അകത്ത് നിന്നുള്ള ആ ലിംഫോയിഡ് ടിഷ്യൂ ഭാവിയിൽ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് പാലറ്റൈൻ ടോൺസിൽസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആൻസർ വരിക പാലറ്റൈൻ ടോൺസിൽസ് എന്നുള്ളതാണ്. ഇവിടെ ഒന്ന് നോക്കുക, നമ്മുടെ ഈ ആർച്ചസും അതുപോലെ തന്നെ ഫോൾഡിൻ്റെ അകത്തുനിന്നും പൗച്ചസിൻ്റെ അകത്തുനിന്നും ഡിറൈവ് ചെയ്യുന്ന ഓർഗൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു PPTയുടെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഫാരിഞ്ചിയൽ പൗച്ചിനകത്തുനിന്ന് ഫസ്റ്റ് ഫാരിഞ്ചിയൽ പൗച്ച് എന്ന് വരുന്നതാണ് മിഡിൽ ഇയർ ആൻഡ് ഓഡിറ്ററി ട്യൂബ്. സെക്കൻഡ് ഫാരിഞ്ചിയൽ പൗച്ചിനകത്തുനിന്ന് വരുന്നതാണ് സുപ്രാ ടോൺസിലാർ ഫോസ. തേർഡും ഫോർത്തിനകത്തുനിന്നും തൈമസും പാരാതൈറോയിഡ് ഗ്ലാൻഡും അൾട്ടിമോ ബ്രാഞ്ച് ആണ് വരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെർമറ്റോം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഡെർമറ്റോം ഓവർലൈസ് അറ്റ് ദ ലെവൽ ഓഫ് എംബലിക്കസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഡെർമറ്റോം എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ സ്പൈനൽ നെർവ്സ്, ഒരു സിംഗിൾ സ്പൈനൽ നെർവ് സപ്ലൈ ചെയ്യുന്ന നമ്മുടെ സ്കിന്നിൻ്റെ ഏരിയ, സെൻസറി ഏരിയനെയാണ് നമ്മൾ ഡെർമറ്റോംസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് എംബലിക്കസിന്റെ ലെവലിൽ ഉള്ള ഡെർമറ്റോമ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എംബലിക്കസിന്റെ ലെവലിലുള്ള സ്കിൻ ഏരിയനെ സപ്ലൈ ചെയ്യുന്നത് T10 ആയിട്ടുള്ള സ്പൈനൽ നെർവാണ്. ഈ ഒരു പിക്ചറിൽ നമുക്ക് നമ്മുടെ ഡെർമറ്റോംസിനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നോക്കുമ്പം C5 ക്ലാവിക്കിൾ, അപ്പൊ ക്ലാവിക്കിളിന്റെ ഏരിയയിൽ സപ്ലൈ ചെയ്യുന്നത് സ്പൈനൽ നെർവ് എന്ന് പറയുന്നത് C5 ആണ്. തമ്പിനെ സപ്ലൈ ചെയ്യുന്നത് C6 ആണ്. C8 ആണ് റിംഗ് ആൻഡ് ലിറ്റിൽ ഫിംഗേഴ്സിന്. നിപ്പിളിന്റെ ലെവലിൽ വരുന്നത് T4 സ്പൈനൽ നെർവ് ആണ്. അതുപോലെ S1 സപ്ലൈ ചെയ്യുന്നത് ലാറ്ററൽ മാർജിൻ ഓഫ് ഫുട്ട് ആൻഡ് ലിറ്റിൽ ടോ ആണ്. അപ്പൊ ഇതുപോലെ നമ്മൾ ഓരോ നെർവ് സപ്ലൈ ചെയ്യുന്ന ഒരു
പർട്ടിക്കുലർ റീജിയൻ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് വൺ ടൈപ്പ് 1 കൊളാജൻ ഫൈബേഴ്സ് ആർ പ്രസന്റ് ഇൻ എന്നാണ് ചോദ്യം വരുന്നത്. എന്നിട്ട് നമുക്ക് 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഹയലിൻ കാർട്ടിലേജ്, ഫൈബ്രോ കാർട്ടിലേജ്, ഇലാസ്റ്റിക് കാർട്ടിലേജ്. ഈ 3 ഓപ്ഷൻസും കാർട്ടിലേജിനെ കുറിച്ചിട്ടും 4ാമത്തെ ഓപ്ഷൻ റെട്ടിക്കുലാർ ഫൈബേഴ്സിനെ കുറിച്ചിട്ടുമാണ് വന്നിരിക്കുന്നത്. വൈറ്റ് ഇലാസ്റ്റിക് കാർട്ടിലേജ് ഫോം ചെയ്തിരിക്കുന്ന 2 ഫൈബേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് മെയിൻലി റെട്ടിക്കുലാർ ഫൈബേഴ്സും അതുപോലെ തന്നെ ഇലാസ്റ്റിൻ ഫൈബേഴ്സും. അപ്പൊ ഇത് നമുക്ക് ബി ആൻഡ് ഡി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഇനി നമ്മളെടുത്ത് വരുന്നത് എ ആൻഡ് സി ഓപ്ഷൻ ആണ്. അതിൽ ഹയലിൻ കാർട്ടിലേജിൽ വന്നിട്ടുള്ള കൊളാജൻ ഫൈബർ എന്ന് പറയുന്നത് ടൈപ്പ് 2 ആണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻ വരിക സി ആണ്. ടൈപ്പ് 1 കൊളാജൻ ഫൈബേഴ്സ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഫൈബ്രോ കാർട്ടിലേജിന്റെ അകത്താണ്. നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന കൊളാജനും ഏത് കൊളാജൻ ആണ്? ടൈപ്പ് 1 കൊളാജൻ ഫൈബേഴ്സ് ആണ്. അപ്പൊ ടൈപ്പ് 1 മെയിൻലി കാണുന്നത് സ്കിന്നിലും അതുപോലെ തന്നെ ബോണിലും ടെൻഡൻസിലും ലിഗമെന്റ്സിലും കോർണിയയിലും കൂടാണ്ട് നമ്മുടെ ഫൈബ്രോ കാർട്ടിലേജസിനകത്തുമാണ്. അപ്പം ഈ ഫൈബ്രോ കാർട്ടിലേജിന്റെ ആ ഒരു സ്ട്രെങ്ത്തും അതുപോലെ അതിന്റെ ഇലാസ്റ്റിസിറ്റി, ഈ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ടൈപ്പ് 1 കൊളാജൻ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഹ്യൂമൻ ബോഡിയിൽ നമ്മുടെ പ്രസന്റേഷനിൽ കാണുന്ന 5 ടൈപ്പ് കൊളാജൻ ഫൈബേഴ്സ് ആണ് മെയിൻലി വരുന്നത്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 5 ആൻഡ് ടൈപ്പ് 10. അപ്പം ഹ്യൂമൻ ബോഡിയിലുള്ള ടൈപ്സ് ഓഫ് കൊളാജൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ടൈപ്സ് ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി നെക്സ്റ്റ് ടൈപ്പ് 2 നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കാർട്ടിലേജ് ജോയിന്റ്സിലും അതുപോലെ തന്നെ വിട്രിയസ് ഹ്യൂമർ ഓഫ് ദ ഐയിലും ആണ്. ഇനി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജോയിന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ കാർട്ടിലേജിന്റെ സ്ട്രക്ചർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, ഫ്ലെക്സിബിലിറ്റി ഓഫർ ചെയ്യുക, മൊബിലിറ്റി ഓഫർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ടൈപ്പ് 2 കൊളാജന്റെ ഫങ്ഷൻ വരുന്നത്. ടൈപ്പ് 3 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സ്കിന്നിലും മസിൽസിലും ബ്ലഡ് വെസൽസിലും ഓർഗൻസിലും ഒക്കെയാണ് കാണുന്നത്. ടൈപ്പ് 1 കൊളാജൻ ഫൈബേഴ്സിന്റെ കൂടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റിനെയും മസിൽ സ്ട്രെങ്തിനെയും ബ്ലഡ് വെസലിന്റെ ഇന്റഗ്രിറ്റിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫൈബേഴ്സ് ആണ് ടൈപ്പ് 3 കൊളാജൻ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് 5 ആണെന്നുണ്ടെങ്കിൽ കോർണിയയിലും ഹെയറിലും പ്ലാസന്റയിലും അതുപോലെ തന്നെ സ്കിന്നിന്റെ ചില ലെയേഴ്സിലും കാണുന്ന കൊളാജൻ ഫൈബേഴ്സ് ആണ് ടൈപ്പ് 5 എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ടിഷ്യൂ ഫോർമേഷന് വേണ്ടിയിട്ടും എസ്പെഷ്യലി കോർണിയന്റെയും പ്ലാസന്റേന്റെയും ഒക്കെ ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫൈബേഴ്സ് ആണ് കൊളാജൻ ടൈപ്പ് 5 എന്ന് പറയുന്നത്. നമ്മുടെ ഹെയറിന്റെയും സ്കിന്നിന്റെയും ഒക്കെ സ്ട്രക്ചർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ടൈപ്പ് 10 എന്ന് പറയുന്നത് ബോണിലും കാർട്ടിലേജസിലും ഒക്കെ കാണുന്ന കൊളാജൻ ഫൈബർ ആണ് ടൈപ്പ് 10 എന്ന് പറയുന്നത്. ഇവിടെ ബോണിന്റെ ഗ്രോത്തും റിപ്പയറും എസ്പെഷ്യലി ആർട്ടിക്കുലാർ കാർട്ടിലേജിന്റെ ഫോർമേഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന കൊളാജൻ ഫൈബർ ആണ് ടൈപ്പ് 10 എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ, അതിൽ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ എഫക്റ്റ് ഓഫ് ഇൻസുലിൻ ഡെഫിഷ്യൻസി എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ബി, സി ആൻഡ് ഡി വരുന്നത് 3 നമ്മുടെ ഇൻസുലിൻ ഡെഫിഷ്യൻസിയുടെ എഫക്ട്സ് ആണ്. ഇൻസുലിൻ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തുള്ള എഫക്റ്റ് ആണ് എ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആൻസർ വിൽ ബി എ, ഇൻക്രീസ്ഡ് ട്രൈഗ്ലിസറൈഡ് ഫോർമേഷൻ ഇൻ ലിവർ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഇൻസുലിൻ്റെ മെയിൻ ആയിട്ടുള്ള വർക്കുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻസുലിൻ ഹോർമോൺ എന്ന് പറയുന്നത് എന്താണ് അല്ലെ? പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ് അകത്തുള്ള ബീറ്റ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇൻസുലിൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക, ബ്ലഡിലെ ഗ്ലൂക്കോസിനെ സെൽസിൽ എത്തിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതിന് ഹെൽപ്പ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇൻസുലിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇൻസുലിൻ എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ഇൻസുലിൻ നമ്മുടെ സെൽസിലേക്ക് ഗ്ലൂക്കോസിനെ
ഉള്ളിലോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം വെച്ചിട്ടാണ്. ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു കീ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ സെല്ലിന്റെ മുകളിൽ. ആ റിസപ്റ്റേഴ്സുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യുമ്പം ഗ്ലൂക്കോസ് ചാനൽസ് ഓപ്പൺ ചെയ്ത് ഗ്ലൂക്കോസ് സെല്ലിൻ്റെ അകത്ത് എൻ്റർ ചെയ്യും. ആ എൻ്റർ ചെയ്തിരിക്കുന്ന ഗ്ലൂക്കോസിനെ സെല്ലിൻ്റെ അകത്തുള്ള മൈറ്റോകോൺഡ്രിയ യൂസ് ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ബ്ലഡിൻ്റെ അകത്ത് ഗ്ലൂക്കോസ് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. റാൻഡം ആയിട്ട് നോക്കുന്ന സമയത്ത് ഒരു നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്നുള്ളത് 70 to 110 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ഇപ്പം ഇൻസുലിൻ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മെറ്റബോളിസത്തിനെയും എനർജീനെയും ഫാറ്റ് സ്റ്റോറേജിനെയും ഒക്കെ അഡ്വേഴ്സ് ആയിട്ട് തന്നെ എഫക്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ആക്ഷൻ ഓഫ് ആക്ടിവേറ്റഡ് പ്രോട്ടീൻ സി. പ്രോട്ടീൻ സിയുടെ ആക്ഷൻ എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഈ പ്രോട്ടീൻ സി എന്ന് പറയുന്നത്? പ്രോട്ടീൻ സി വരുന്നത് നമ്മുടെ കൊയാഗുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലാണ്. അപ്പം പ്രോട്ടീൻ സി നമ്മളെ കൊയാഗുലേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ കെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനാണ്. ബ്ലഡ് ക്ലോട്ട്സ് ഒരുപാട് അധികം ഫോം ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രോട്ടീൻ സി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അതുവഴി നമ്മുടെ കൊയാഗുലേഷൻ സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രീകേഴ്സർ ആണ് ആര് പ്രോട്ടീൻ സി എന്ന് പറയുന്നത്. ത്രോംബിൻ വന്നിട്ട് നമ്മുടെ ഈ പ്രോട്ടീൻ സീനെ ആക്ടിവേറ്റ് ചെയ്യുമ്പം അത് പ്രോട്ടിയേസ് ആയിട്ട് മാറും. അത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് 5നെയും 8നെയും ഇനാക്ടിവേറ്റ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? ഇനാക്ടിവേറ്റിംഗ് ദ ഫാക്ടർ 5 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ആക്ടിവേറ്റ് ഫാക്ടർ 8 എന്ന് പറയുന്നത് തെറ്റാണ്. ഇനാക്ടിവേറ്റ് ചെയ്യാനാണ് ആര് ഹെൽപ്പ് ചെയ്യുന്നത്? പ്രോട്ടീൻ സി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അതുവഴി നമുക്ക് നമ്മുടെ പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് അധികം ക്ലോട്ട് ഫോം ചെയ്യുന്നതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യും. ഈ പ്രോട്ടീൻ സിയുടെ ഡെഫിഷ്യൻസിനെ നമുക്ക് ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അബ്നോർമൽ ആൻഡ് എക്സസീവ് ആയിട്ടുള്ള ബ്ലഡ് ക്ലോട്ടിങ് നടക്കും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. പ്രോട്ടീൻ സി നമ്മുടെ ബ്ലഡിൽ ഒരു ഇനാക്റ്റീവ് എൻസൈം ആയിട്ടാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. സൈമോജൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ആയിട്ടാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. ആക്ടിവേറ്റഡ് പ്രോട്ടീൻ സീനെ നമ്മൾ ഷോർട്ട് ഫോമിൽ APC എന്ന് പറയും. ത്രോംബിനും ത്രോംബോമോഡുലിനും വന്നിട്ടാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അതും കൂടെ ബൈൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ആക്ടിവേറ്റഡ് പ്രോട്ടീൻ സി ഫോം ചെയ്യുന്നത്. അവിടെ നമുക്ക് നമ്മുടെ ഈ കൊയാഗുലേഷൻ പാത്വേ എങ്ങനെയാണ് ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഒരു ഇഞ്ചുറി ഉണ്ടാവുന്ന സമയത്ത് ബ്ലഡ് വെസൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് മുറിയുന്ന സമയത്ത് പല രീതിയിലുള്ള കമ്പോണൻസും നമ്മുടെ സൈറ്റ് ഓഫ് ഇഞ്ചുറിയുടെ ഭാഗത്തേക്ക് എത്തും. എക്സാമ്പിൾ നമ്മുടെ എറിത്രോസൈറ്റ്സ്, WBC, പ്ലേറ്റ്ലെറ്റ്സ് ഇതെല്ലാം തന്നെ നമ്മുടെ സൈറ്റ് ഓഫ് ഇഞ്ചുറിയുടെ ഭാഗത്തേക്ക് എത്തും. അപ്പൊ ബ്ലഡ് അതുവഴി ലീക്ക് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. അപ്പൊ അപ്പൊ തന്നെ ആ ഒരു ഏരിയയിൽ നിന്നുള്ള നമ്മുടെ ലീക്കേജ് പ്രിവെന്റ് ചെയ്യാനായിട്ട് വാസോസ്പാസം നടക്കും. സ്മൂത്ത് മസിൽസ് എന്ത് ചെയ്യാൻ തുടങ്ങും? കൺട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും, ബ്ലഡ് ലോസ് പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയിട്ട്. ആ ഒരു ആക്ഷന്റെ കൂടെ തന്നെ പ്ലേറ്റ്ലെറ്റിന്റെ പ്ലഗ് ഫോർമേഷൻ ആക്ടിവേറ്റഡ് ആകും. പ്ലേറ്റ്ലെറ്റിന്റെ പ്ലഗ് ഫോർമേഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നത് കെമിക്കൽസ് വഴിയാണ്. നമ്മുടെ ഇഞ്ചുറി സൈറ്റിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുള്ള കെമിക്കൽസ് വഴിയാണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഏരിയയിലേക്ക് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് ഒരുപാട് അധികം വന്ന് ആ വൂണ്ട് സൈറ്റ് സ്റ്റിക്ക് ചെയ്യാനായിട്ട് തുടങ്ങും.
ഇപ്പൊ ഇനീഷ്യൽ പ്ലേറ്റ്ലെറ്റ്സ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൊളാജൻ ഫൈബേഴ്സുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് ആ ഒരു ഏരിയയിൽ വന്ന് സ്റ്റിക്ക് ചെയ്യുമ്പോൾ പിന്നീട് ആ ഒരു ഏരിയയിലേക്ക് വരുന്ന ബ്ലഡിലുള്ള എല്ലാ പ്ലേറ്റ്ലെറ്റ്സും ഓൾറെഡി സ്റ്റിക്ക് ചെയ്തതിന്റെ മുകളിൽ അങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ ഒരു ക്ലോട്ട് കിട്ടുന്നത്. അപ്പോൾ കൊയാഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ നമ്മുടെ ഫൈബ്രിനോജനെ ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പ്ലേറ്റ്ലെറ്റിനെ എന്താ പറയുക പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു മെഷ് വലകളായിട്ട് നെയ്ത് വെക്കും. അപ്പൊ അതിനകത്ത് പിന്നീട് വരുന്ന എല്ലാ പ്ലേറ്റ്ലെറ്റ്സും കൂടിയിട്ടാണ് നമ്മുടെ ക്ലോട്ട് ഫോം ചെയ്യുന്നത്. അതിനെ നമുക്ക് കൊയാഗുലേഷൻ പാത്വേ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രണ്ട് രീതിയിലാണ് നമ്മുടെ പാത്വേ വരുന്നത്. ഒന്ന് ഇൻട്രിൻസിക് പാത്വേയും ഉണ്ട്, എക്സ്ട്രിൻസിക് പാത്വേയും ഉണ്ട്. ഇൻട്രിൻസിക് പാത്വേ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് വാസ്കുലാർ എൻഡോത്തീലിയത്തിന് വരുന്ന ഇഞ്ചുറി മൂലമാണ്. എക്സ്ട്രിൻസിക് പാത്വേ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഇഞ്ചുറീസ് വഴിയാണ്. എന്നിട്ട് നമ്മുടെ ക്ലോട്ടിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ക്ലോട്ടിങ് ഫാക്ടേഴ്സ് എല്ലാം കൂടെ ആക്ടിവേറ്റഡ് ആകും ഓരോന്നായിട്ട് ഓരോ കെമിക്കൽസിൻ്റെയും റിലീസിനനുസരിച്ചിട്ട്. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് റോള് വഹിക്കുന്ന ആളാണ് കാൽഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാൽഷ്യത്തിൻ്റെ പ്രസൻസിൽ നമ്മൾ പല ഹോർമോൺ ചേഞ്ചസും നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന് വന്നിട്ട് ഫൈബ്രിൻ നോജനെ ഫൈബ്രിൻ ത്രെഡ്സ് ആയിട്ട് മാറ്റിയിട്ട് ആണ് നമ്മൾ എന്താക്കുന്നത് ക്ലോട്ട് ഫോർമേഷൻ നടത്തുന്നത്. അപ്പോൾ ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നമുക്ക് 1 to 13 ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. എക്സെപ്റ്റ് 6 ഒഴികെ ബാക്കി 1 മുതൽ 13 വരെയാണ്. അപ്പൊ ടോട്ടൽ 12 ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. അപ്പം ഫാക്ടർ 1ന് എഫ് എന്ന് പറയും, ഫൈബ്രിനോജൻ. പി ആണ് ഫാക്ടർ 2 ഡിനോട്ട് ചെയ്യുന്നത് പ്രോത്രോംബിൻ. ഫാക്ടർ 3ക്ക് ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ ടി ത്രോംബോപ്ലാസ്റ്റിൻ. ഫാക്ടർ 4 എന്ന് പറയുന്നതാണ് നമ്മുടെ കാൽഷ്യം എന്ന് പറയുന്നത്. ഫാക്ടർ 5 ലബൈൽ ഫാക്ടർ. ഫാക്ടർ 7 സ്റ്റേബിൾ ഫാക്ടർ. ഫാക്ടർ 8 ആന്റി ഹീമോഫിലിക് ഫാക്ടർ എ. ഫാക്ടർ 9 ക്രിസ്മസ് ഫാക്ടർ. ഫാക്ടർ 10 സ്റ്റുവാർട്ട് പവർ ഫാക്ടർ. ഫാക്ടർ 11 പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡൻ. ഹെഗ്മാൻ ഫാക്ടർ ആണ് ഫാക്ടർ 12. ഫാക്ടർ 13 എന്ന് പറയുന്നത് ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ ആണ്. അപ്പം ഇതിനെ നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അപ്പോൾ ഓർത്ത് വെക്കാനായിട്ട് ഒരു ന്യൂമോണിക്സ് ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫൂളിഷ് പീപ്പിൾ ട്രൈ ക്ലൈംബിംഗ് അലോങ് സ്ലോപ്സ് ആഫ്റ്റർ ക്രിസ്മസ്, സം പീപ്പിൾ ഹാവ് ഫോളൻ. അപ്പം അത് വെച്ചിട്ട് ഫൂളിഷ് ഫോർ എഫ് ഫൈബ്രിനോജൻ, പീപ്പിളിന്റെ പി പ്രോത്രോംബിൻ, ട്രൈ ടി ത്രോംബോപ്ലാസ്റ്റിൻ, ക്ലൈംബിംഗ് ലോങ് സ്ലോപ്സ്. ക്ലൈംബിംഗ് ലോങ് സ്ലോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ C4 കാൽഷ്യം, L4 ലബൈൽ ഫാക്ടർ, S4 സ്റ്റേബിൾ ഫാക്ടർ. ആഫ്റ്റർ ക്രിസ്മസ് ആന്റി ഹിമോഫിലിക് ഫാക്ടർ എ എന്നുള്ളത്. പിന്നെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ക്രിസ്മസ് ഫാക്ടർ, സം അതിനകത്ത് സ്റ്റുവാർട്ട് പവർ ഫാക്ടർ, P4 പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡൻ. ദെൻ എച്ച് ഹാവ് വരുന്നത് ഹാഗ്മാൻ ഫാക്ടറിനെ കാണിക്കാനായിട്ടാണ്. പിന്നീട് വരുന്ന എഫ് ഫൈബ്രിൻ സ്റ്റെബിലൈസിംഗ് ഫാക്ടറിനെ സൂചിപ്പിക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് റൈസ് ഇൻ പ്ലാസ്മ പൊട്ടാസ്യം ലെവൽ ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത്. ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏതുമായിട്ടാണ് നമ്മുടെ ഹാർട്ടിൻ്റെ അകത്ത് നടക്കുന്ന വേരിയേഷൻ, ECG വേരിയേഷൻ, റൈസ് ഇൻ പൊട്ടാസ്യം ലെവൽസ് നടന്നു കഴിഞ്ഞാൽ ഹാർട്ടിനകത്ത് ഉണ്ടാവുന്ന എന്ത് കണ്ടീഷനാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ആൻസർ എ ആണ് വരുന്നത്, വെൻട്രിക്കുലാർ ടാക്കികാർഡിയ എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ കാണാം ഒരു 4 ആണ് നമ്മുടെ എന്താ പറയുക ലെവല്, പൊട്ടാസ്യത്തിന്റെ കോൺസെൻട്രേഷൻ എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ECG ചേഞ്ചസ് ഒന്നുമില്ല, നോർമൽ ആയിട്ടുള്ള ലെവലാണ് 4 എന്ന് പറയുന്നത്. 5 millimoles per ലിറ്ററിന്റെ മുകളിലോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ T വേവിനകത്ത് ചേഞ്ചസ് നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റും. പീക്ക് ആൻഡ് നാരോ ബേസ്ഡ് ആയിട്ടുള്ള T വേവ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. പിന്നീട് അത് 6.5ന്റെ അടുത്തേക്കൊക്കെ എത്തുമ്പോൾ നമ്മുടെ PR ഇന്റർവെല് പ്രൊലോങ്ങേറ്റ് ചെയ്യാനും QRSന്റെ വൈഡനിങ്ങും നടക്കും. പിന്നെ അതിലും കൂടുതൽ അങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുമ്പം
ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് മോർഫോളജി വരാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ QRSകൾ അപ്പിയർ ചെയ്യും, ബ്രാഡികാർഡിയ നടക്കും. അപ്പോൾ നമ്മളിവിടെ ആൻസർ നോക്കിയപ്പോൾ നമുക്ക് വെൻട്രിക്കുലർ ടാക്കികാർഡിയ, ബ്രാഡികാർഡിയ ആണ് സംഭവിക്കുന്നത്. പിന്നീട് ഒരു 8 to 9 പൊട്ടാസ്യം ലെവൽസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പി വേവ്സ് ഫ്ലാറ്റൺ ആയി തുടങ്ങും. 10 അതിന്റെ മുകളിലോട്ടേക്ക് വരുമ്പോൾ SA നോഡിന്റെ ഫങ്ഷൻസ് ലോസ് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇവിടെ ഹൈപ്പർ കലീമിയയിലും ഹൈപ്പോ കലീമിയയിലും സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ ഓഫ് അഡ്വാൻസ്ഡ്